ഓമനക്കുട്ടനോട് സണ്ണി അവനോട് ഓമനക്കുട്ടനോട് ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. നിറച്ച ആൾക്കാര്. മൂത്രം ഒഴിക്കാൻ പോയ അവൻ. മൂത്രം ഒഴിക്കാനാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണില്ലേ? അടുത്ത് ഇറങ്ങിയിരിക്കുകയായിരിക്കും. അവനിവിടെ കുത്തിയിരിക്കാനൊന്നും പറ്റില്ല. അതിന് വേറെ വല്ല പരിപാടി ഒപ്പിക്കുവോ? ഇന്നലെ വന്ന വണ്ടിക്കാരൻ ബാപ്റ്റിസ്റ്റ് ആണല്ലായിരിക്കും. അയ്യോ ശരിയാണല്ലോ. ഓമനക്കുട്ടാ ഓമനക്കുട്ടാ ഓമനക്കുട്ടോ ഓമനക്കുട്ടാ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ അങ്ങനെ വിളിച്ചോ? നാല് പേരുടെ ഒരു വഴിക്ക് വന്നിട്ട് ഇപ്പൊ അവനില്ലാണ്ട്. ബാപ്റ്റിസ്റ്റ് എന്നല്ല, ഒരുത്തനും നമ്മളവനെ വിട്ടുകൊടുക്കൂല. നമ്മുടെ കൂടുള്ള ഒരുത്തനാണ്. രാത്രി വന്ന വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നീ ഒറ്റ കാരണം ഈ പ്രശ്നം ഉണ്ടായത്. വെറുതെ ഇരുന്ന ചെക്കനെ പിടിച്ചിട്ട് ബിസിനസ് മണ്ണാങ്കട്ടം പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട്. അപ്പൊ ഞാൻ കുറ്റക്കാരൻ അല്ല? അല്ല, അവന്റെ കാശിന് നീയൊക്കെ ഉണ്ടായിരുന്നല്ലോ പുട്ടടിക്കാനായിട്ട്. എഴുന്നേറ്റാ സാർ എവിടെ ഇരുന്നു? ഞാൻ കഴിക്കാൻ പോയി. പല്ലിന് ഭയങ്കര ഗ്യാപ്പ് ഈടായിട്ട്. ഇത്രയും തിന്നിട്ട് അടഞ്ഞില്ല ഇത്. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിങ്ങളെല്ലാം ഉറക്കുമായിരുന്നു. കഴിക്കാൻ പോയതല്ലേ. നീ കാരണം എന്തൊക്കെ തലവേന. ഞങ്ങൾക്കും വല്ലതും കയറ്റണം. എന്റെ അണ്ണൻ കിടിലോടാ. അതോടെ വെച്ചേ ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിച്ചാണ്. ഓ ശരിയടേ. ഫോണൊക്കെ ഒന്ന് തുടങ്ങിയ. ഹലോ, ഇതിനൊന്നും ഒരു കുറവുമില്ല. ഇതേത് നമ്പർ? എവിടെ പോണ്ടില്ല? എല്ലാവരും ഉണ്ടാ? അവിടെ ഞാൻ അങ്ങോട്ട് വരാം. എങ്ങോട്ടേ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നന്നായി. ഇതെന്റെ പുതിയ റൈബൺ. നീ നിന്റെ ലോക്കൽ ഗ്ലാസ് വെച്ചാൽ മതി കേട്ടോ. ഓമനക്കുട്ട, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ 3 പേരും ഉമ്മന്റെ പഴയ ഫ്രണ്ട്സാ. നിന്നെ കുറിച്ചാണെങ്കിൽ അവന് ഞാൻ പറഞ്ഞ അറിവേ ഉള്ളൂ. എടാ ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്. നിന്റെ നല്ലതിന് വേണ്ടിയാ പറയണത്. ഒരു ശല്യവും അവിടെ നിന്ന് കൂടി ഇറങ്ങിട്ട് വന്ന പിന്നെ പോകാൻ വേറെ സ്ഥലമില്ലട്ടാ. അപ്പൊ ഞാനാണുള്ള പ്രശ്നം. ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കൂല ഇനി. ഓമനക്കുട്ട, നീ പറയുന്നത് മനസ്സിലാ. ഓമനെ അളിയാ താനെന്താ? ഉമ്മ ഇതെന്റെ പുതിയ ലോക്കൽ. നിന്റെ റൈമം പൊട്ടിപ്പോയല്ലേ? കണ്ടാ മനസ്സിലാവണില്ലേ? മനസ്സിലായി. കരടി കണ്ണാടി വെച്ചൊരു മുഖം. സാരമില്ലമ്മ, നമുക്ക് വേറെ വാങ്ങിക്കാം. ബാത്റൂം എവിടെയാ? എന്താടാ? സൂക്ഷിക്കണം.
തൊപ്പി അങ്ങ് വേണ്ടേ? അതായത് ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതിയിട്ടാ. ഇവനാണ് രാജേന്ദ്രൻ. ദാ. ഇവൻ നമ്മുടെ ആളായിരുന്നു. അവന്മാര് പാസ് ബെസ്റ്റിന്റെ അവന്മാര് പാസ് ബെസ്റ്റിന്റെ തല തല്ലി പൊളിച്ചപ്പോ യവൻ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ ഞാൻ ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞു. അല്ല ഈ പറഞ്ഞു വിട്ടു. ഇവനാളത്ര ശരിയല്ല. ദേ ഇത് നമ്മുടെ പോണ്ടിച്ചേരിയിലെ റിസോർട്ട്. ആ ഡയമണ്ട് ഇവന്മാരാരും അറിയാതെ ഞാൻ നമ്മുടെ പോണ്ടിച്ചേരിയിലെ പബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എത്തിച്ചിട്ടുണ്ട്. മേഘന നമ്മുടെ പോണ്ടിച്ചേരിയിലെ റിസോർട്ടിലെ പാസ്പിസ്റ്റിന്റെ ഞാൻ ആരാണെന്നാ? എന്റെ കർത്താവേ, അതെ ഇത് ഞാനാ. 20 വർഷമായി പാസ്പിസ്റ്റിന്റെ കൂടെ ഉള്ളതാ ഞാനാ, ഫ്രെഡി. 20 വർഷമായി. അത് ഉമ്മ, ഞങ്ങളിവിടെ പോണ്ടിച്ചേരിയിൽ ആദ്യം. ഇവിടെ കാണാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ടല്ലേ? ഇവിടെ കാണാനൊന്നുമില്ല. ആകെ കടൽപ്പാലുണ്ട്, ടച്ച് കോളനി ഉണ്ട്, വേറൊരു സാധനം. അത് പോയി സാർ, അതിലെ നമുക്ക് പാക്കണോ? നീങ്ക ഇപ്പൊ ഫ്രീ. എന്റെ കാര്യമൊന്നും പറയണ്ട മോനെ, ഇവിടെ നിന്ന് തിരിയാൻ നേരില്ല. ഞങ്ങൾ ഏതായാലും 1-2 മാസം ഇവിടെ കാണും. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അല്ല നീ എന്തോ ഉദ്ദേശിച്ചേ? കുട്ടികൾ കളേഴ്സ് ഒരു കളക്ഷൻ. ഇവളുമാരൊന്നും കുളിക്കൂല, നനയ്ക്കൂല, ഇത് വായിക്ക് കൊള്ളില്ല, കൂറകളാണ്. അതൊന്നും പ്രശ്നമല്ല. പിന്നെ ചൂട് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല മോനെ. നാട്ടിലുണ്ടല്ലോ ഇതിനേല് കച്ചറ ചൂടാണ്. നീ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒന്നല്ല, കൊറേ ദൂരെയാണ്. ഒരു ബസ് പോലും ഇല്ല, നടന്നു പോണം. ബഹുത് കഷ്ടപ്പെട്ട ആദ്മി. ഞാൻ ഇവലെ ഗോവയിലും ജോലി കിട്ടും നോക്കണം. ഗോവയ്ക്ക് പോയാ നമുക്ക് പോവാം. അടിപൊളി സ്ഥലമാണ്, ഞാൻ പോയിട്ടുണ്ട്. പാസ്പെസ്റ്റ് നേരെ ഇരിക്കേ. ദൈവനാണ് അമീർ. நீ சொன்ன மாதிரியே நான் கொடுக்க வேண்டியது கரெக்டாக கொடுத்துட்டேன். கிடைக்க வேண்டியது கிடைச்சதுக்கு அப்புறம் தேவையில்லாமல் இப்போ நீ தான் குழப்பிக்கிட்டு இருக்க. அமீர், நான் எந்த டீல்லையும் கரெக்டா இருப்பேன். நீ சொன்ன அமௌண்ட்டை கொஞ்சம் கூட நெகோஷியேட் பண்ணாம நான் கொடுத்துட்டேன். ஏன்னா நான் மேன் ஆஃப் வேர்ல்ட். டீல் முடிச்சு காசு வாங்கி போனவன் நீ. இப்போ பிரச்சனை பண்ண வந்துட்டேனா எனக்கு இன்னும் ஒரு முகம் இருக்கு. யார் காசு வாங்கினா? நீ கார்லேருந்து இறங்குற வரைக்கும் நான் பார்த்துருக்கேன். அது இல்லாமல் போலீஸ்கிட்ட இன்ஃபார்ம் பண்ணி தேவையில்லாமல் நீ தான் பிரச்சனை பண்ணிட்டு இருக்க. ஏய், யாரை பார்த்து என்ன பேசுற? தேவையில்லாம பேசுனா நீங்க இந்த உயிரோட கிளம்ப மாட்டேன். பார்க்கிறேன். പാക്കരെന്ന് പറഞ്ഞ ചുമ്മാ കാശ് അവന് തന്നെ കിട്ടിയിട്ടുള്ളത്. അല്ലേലും അതൊന്നും ആലോചിച്ച് പാസ്പിസ്റ്റ് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു തരുന്ന ഡയലോഗ് അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. മനുഷ്യ ഓഗോണല്ലോ ഇവിടെ. ആകെ 2-3 മതമാര്. എടാ നമുക്കൊല്ല ഫുഡ് കഴിച്ചാലോ? പൊട്ട് 2 മാസം എങ്ങനെ പിടിച്ചിരിക്കാനാ?
ഓമനക്കുട്ട നിന്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ് അയച്ചിട്ടില്ലേ? അതിലും ഭേദം കടലിൽ ചാടി ചാവൂ.